നമസ്കാരം ശ്രീല. ഒരു സംശയമാണ്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടോ, അത് ആരുടെ കയ്യിലാണ് എന്നൊക്കെയാണ്. ഇത് എൻ്റെ സംശയമല്ല, കേരളത്തിലെ ഏകദേശമുള്ള മുഴുവൻ ആൾക്കാരുടെ ഒരു സംശയമായി വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം MLA PV അൻവർ MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അതിക്രമങ്ങൾ നേരിട്ടിട്ടുള്ളവർ, അനീതികൾ നേരിട്ടിട്ടുള്ളവർ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് ആ പരാതികൾ രേഖപ്പെടുത്തണമെന്ന്. എന്തടിസ്ഥാനത്തിലാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിന് താഴെ വന്ന കമൻറ്റുകളാണെങ്കിലോ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് സഖാവേ ലാൽ സലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു നിയമലംഘനമല്ലേ? എന്താണിത് ശ്രീലയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതൊരു നിയമലംഘനം തന്നെയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ DGP ഒക്കെ എടുക്കേണ്ട പണി ഇപ്പോൾ അൻവർ എടുക്കുന്നുണ്ട് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 6-7 വർഷങ്ങളായി പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ കൃത്യമായി ഇടപെടാൻ പാർട്ടിക്കോ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്കോ പോലീസ് മേധാവിക്കോ ഒന്നും തന്നെ കൃത്യമായ രീതിയിൽ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അൻവർ ഇങ്ങനെ ഒരു നീക്കവുമായി വന്നതെന്ന് വ്യക്തമാവുകയാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചർച്ചയുടെ അൻവറിന്റെ ആരോപണം വന്ന ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, P ശശിയാണ് ടാർഗറ്റ് എന്ന രീതിയിലേക്ക് വന്നപ്പോ P ശശി ആയിരുന്നില്ല ടാർഗറ്റ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ഒരുപക്ഷെ ഞാൻ ആദ്യത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ലോ ആൻഡ് ഓർഡറിന്റെ ADGPയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ADGPയെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ്. സ്വപ്ന അത് പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ പുറത്തു വരുന്ന ചില വിവരങ്ങൾ, അതായത് അന്ന് സ്വപ്ന സുരേഷിനെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കുറച്ചു കാലം ഒളിവിൽ പോയിരുന്ന സമയത്ത് ഒളിവിൽ പോകാൻ സഹായം ചെയ്തിരുന്നതും റൂട്ട് മാപ്പ് അടക്കം നൽകി സഹായിച്ചതും അതുപോലെ തന്നെ ശിവശങ്കരൻ അതിന് ഇടനിലക്കാരനായെന്നും ഈ ADGP അജിത് കുമാറാണ് അതിനുള്ള സഹായം ശിവശങ്കരൻ വഴി ചെയ്തു കൊടുത്തത് എന്നുമാണ് സരിത്ത് ഇപ്പോൾ പറയുന്നത്. അത് മാത്രമല്ല, സരിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത് സംബന്ധിച്ചും ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ സരിത്ത് നടത്തിയിട്ടുണ്ട്. സരിത്ത് പറയുന്നത് അന്ന് വിളിച്ചുകൊണ്ടുപോയ ശേഷം ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി, ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി, അവിടെ എത്തിയ ശേഷം പറഞ്ഞത് EDക്കെതിരെ പരാതി നൽകണം, EDക്കെതിരെ മൊഴി നൽകണമെന്നും സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു. അതുപോലെ ഫോണിന്റെ ലോക്ക് കഴിക്കാനും ഒക്കെ നിർബന്ധിച്ചു എന്നാണ്. ഷാജ് കിരൺ പറഞ്ഞിരുന്നു, അതായത് നമുക്കറിയാം നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്നു ഷാജ് കിരൺ. ഇവിടെ ഏഷ്യാനെറ്റിൽ കുറച്ചു കാലവും അതിനു മുമ്പ് ജയ്ഹിന്ദിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ഒരു താരതമ്യേന ലോ പ്രൊഫൈലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു ഷാജ് കിരൺ. ഷാജ് കിരണിനെ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളും കൂടിയാണ്. ഈ ഷാജ് കിരൺ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയതോടുകൂടി പിന്നീട് ഷാജ് കിരണിനെ പറ്റി നമ്മൾ വാർത്തകളിലാണ് അറിയുന്നത്. ഷാജ് കിരൺ ഇത്ര വലിയ സംഭവമായി എന്നറിഞ്ഞ് നമ്മൾ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടനിലക്കാരനായി ഷാജ് കിരൺ പ്രവർത്തിച്ചു എന്നൊക്കെ സ്വപ്ന അന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഇത്തരം ആരോപണങ്ങളെയെല്ലാം ഇത്തരത്തിലുള്ള പോലീസിംഗ് സംവിധാനവും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ സംവിധാനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ശശി മാത്രമല്ല, കറക്റ്റായി പറഞ്ഞാൽ ശശി മാത്രമല്ല അൻവറിന്റെ ഫോക്കസ്. അൻവർ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട്, അതായത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരാതികൾ, അതായത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയിക്കണമെന്ന് പറയുമ്പോൾ അത് ലക്ഷ്യം വെക്കുന്നത് കൃത്യമായി പിണറായി വിജയനെ തന്നെയാണ്. പിണറായി വിജയനുമായി അത് തന്നെയല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർണ്ണക്കടത്തുകാരുമായുള്ള ചില ബന്ധങ്ങൾ, അതാണ് ഇപ്പോ പുറത്താക്കപ്പെട്ട ADGPയുടെ കൊട്ടാരം പോലും പണിയുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്ന് നമുക്കറിയാം. ഈ കവടിയാറിലാണ് ഈ ADGP കെട്ടിടം നിർമ്മിക്കുന്നത്. അവിടെ പുരാവസ്തു വകുപ്പിന്റെ അനുമതി വേണമെങ്കിൽ അതേപോലത്തെ കെട്ടിടം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ, അതായത് വലിയ വലിയ കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത്, തന്ത്രപ്രധാനമായ സ്ഥലത്ത്, വളരെ ഏറ്റവും കൂടുതൽ സ്ഥലത്തിന് വിലയുള്ള ഒരു സ്ഥലത്താണ് ഈ ADGP ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നത്. ഒരു ADGPക്ക് ഇത്രയും കാശ് എവിടെ നിന്നാണ്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, അത് ലോണാണ്. എത്ര രൂപ ഒരു ADGPക്ക് ലോൺ കിട്ടും? എത്ര ലക്ഷം രൂപ ഒരു ADGPക്ക് ലോൺ കിട്ടും? നമുക്കറിയാവുന്ന കാര്യമല്ലേ?
അപ്പോ ഇത് ലോൺ എടുത്തതാണ് എന്ന് പറഞ്ഞ ആ ലോണിന്റെ ഒരു അങ്ങേ അറ്റം പോയാൽ ഒരു ADGPക്ക് ലോൺ കിട്ടുക എത്ര ലക്ഷം രൂപയാകും? ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടെ ജോലി ഉണ്ടെങ്കിൽ ഒരു പക്ഷെ 1 കോടി രൂപ ജോലി കിട്ടി, ഒരു കോടി രൂപ ലോൺ എടുക്കാൻ പറ്റിയേക്കാം. കവടിയാളം ഒരു സ്ഥലത്ത് 1 കോടി രൂപയ്ക്ക് ഒരു വീട് പണിയാൻ കഴിയുമോ? അവിടെ സെന്റിന് എനിക്ക് തോന്നുന്നു അതെ, ആ ഒരു രാജകൊട്ടാരം പോലെ ഒരു വീട് പണിയാൻ ഒരിക്കലും കഴിയില്ല. ഏതായാലും ഇപ്പോ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെയും സരിത്തിന്റെയും ഒക്കെ ആരോപണങ്ങൾ കൂടി പുറത്തു വരുമ്പോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ശുദ്ധി കലശത്തിന് പിണറായി വിജയനെ പുറത്തു കളയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അൻവർ പുറത്തേക്ക് പറയുന്നില്ല. അൻവർ ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോ അൻവർ ഇത് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഫോക്കസ് എത്തുന്നത് ആഭ്യന്തര വകുപ്പിലേക്കാണ്. അൻവറിന്റെ ആദ്യത്തെ നീക്കം എന്ന് റിപ്പോർട്ടർ ചാനൽ ഇതുവരെ ഇതിന് പ്രതികരിച്ച് കണ്ടില്ലല്ലോ. അപ്പൊ ഇത് 1-2 ദിവസം അൻവറിന്റെ തേരോട്ടം നടക്കുകയാണ്. പക്ഷെ ഇതുവരെ പിണറായി വിജയൻ ഒരു തരത്തിലും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ മിണ്ടിപ്പോയാൽ എന്താണ് ഉണ്ടാവുക നമുക്കറിയില്ലേ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മകൾ അടക്കമുള്ള ആരോപണത്തിന്റെ നിഴലിലാണ്. പിണറായി വിജയൻ ADGPയെ തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കിപ്പോ ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതല്ലേ മനസ്സിലാക്കുന്നത്. ആ ADGPയെ പുറത്താക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് ശശി പോലുമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി. അന്ന് ആരായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി? ശിവശങ്കരനായിരുന്നു. അപ്പൊ ശശിയിലേക്കല്ല ഫോക്കസ് പോകുന്നത്. വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശിയിലേക്കല്ല ഫോക്കസ്, മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് വീണ്ടും ചർച്ചയിലാവുകയാണ് എന്നാണോ ശ്രീല പറയുന്നത്? തീർച്ചയായും അതെ. സ്വപ്നയുടെയും സരിത്തിന്റെയും ആരോപണം വരുമ്പോൾ ADGP ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ, ശിവശങ്കരൻ വഴി അതിനുള്ള ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴുണ്ടായ ഒരു ആരോപണമായി കണക്കുകൂട്ടാൻ കഴിയില്ല. ഈ ആരോപണങ്ങളെല്ലാം സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ തന്നെയാണ്. ആ ആരോപണങ്ങൾ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളുമായി അവരുടെ പാളയത്തിൽ നിന്നുള്ള പടയിൽ തന്നെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്വപ്ന പറഞ്ഞത് 100% ശരിയാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന അന്ന് വളരെ കൃത്യമായി ADGP ആണ്. അന്ന് വിജിലൻസിന്റെ ചുമതലയിലായിരുന്നു അജിത് കുമാർ ഉണ്ടായിരുന്നത്. അന്ന് വിജിലൻസ് കേസിലില്ലാത്ത സരിത്തിനെ പൊക്കിക്കൊണ്ടുപോയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പ്രത്യുപകാരമായിരിക്കും ADGP ലോ ആൻഡ് ഓർഡർ ADGP ആക്കിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകിയാൽ അതിൽ ശശിയിലേക്ക് കൊടുക്കും, ശശി അത് അനക്കാതെ വെക്കുമെന്നാണ്. അത് ശശിയെ ലക്ഷ്യം വെച്ചുള്ളതല്ല. ഒരുപക്ഷെ ശശിയും കൂടി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ ഇതിന്റെ കറക്റ്റായി ഫോക്കസ് പോകുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇവിടെ അൻവർ ചെയ്തിരിക്കുന്ന ഗുരുതരമായ തെറ്റിനെ പോലും തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല. ഫോൺ ചോർത്തിയത് ഏറ്റവും അതീവ ഗുരുതരമായ പ്രശ്നമാണ്. നമുക്കറിയാം, പണ്ടൊക്കെ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ് എന്ത് ബഹളം വെച്ചുകൊണ്ടിരുന്നവരാണ് ഈ CPM-കാർ. ഓരോ കാലഘട്ടത്തിലും കേന്ദ്രം ഫോൺ ചോർത്തുന്നു, കേരളം ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നവരല്ലേ ഇവരൊക്കെ. എന്നിട്ട് ഇപ്പോ ഫോൺ ചോർത്തലിനെ കുറിച്ച് എന്താണ് പറയാത്തത്? ADGPയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ തന്റെ കയ്യിലുണ്ട്, എല്ലാ വിഷയങ്ങളും ഉണ്ട്, കൊലപാതകം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ADGPയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഒരു സസ്പെൻഷൻ പോലും ഇല്ലാതെ പിണറായി വിജയൻ മുന്നോട്ട് പോകണമെങ്കിൽ ADGPയെ പുറത്തു കളയാൻ പിണറായി വിജയന് കഴിയില്ല. ADGPയെ പുറത്തു കളഞ്ഞാൽ പിണറായി വിജയനും മകളും ഒരുപക്ഷെ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ പോലും ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ അറിയാം. ശശിയെ പിണക്കാൻ കഴിയില്ല. ഇവർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ആകെ ഈ കൂട്ടത്തിൽ ബലി കൊടുക്കാൻ കഴിയുമായിരുന്ന ഒരേ ഒരാൾ ആരായിരുന്നു? ശിവശങ്കരനായിരുന്നു. അതും ശിവശങ്കരൻ ഗവൺമെന്റ് സർവീസിലുള്ളത് കൊണ്ടാണ് ശിവശങ്കരനെ അത്തരത്തിൽ ബലി കൊടുക്കാൻ കഴിഞ്ഞത്. ശിവശങ്കരന്റെ IAS അടക്കം റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന പേടി ഒരുപക്ഷെ ശിവശങ്കരന് കാണും. അത് മാത്രമല്ല, ശിവശങ്കരൻ അത്രയേറെ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു പറയാനോ ഒറ്റിക്കൊടുക്കാനോ തയ്യാറായില്ല. ശിവശങ്കരനെ ഏറെ സ്നേഹിച്ച സ്വപ്നയെ തള്ളിക്കളഞ്ഞപ്പോൾ പോലും പിണറായി വിജയനെ വളരെ മാറോടടച്ച് ചേർത്ത് പിടിക്കുകയായിരുന്നു. പക്ഷെ ശിവശങ്കരനെ എത്രത്തോളം ചേർത്ത് പിടിച്ചോ എന്ന സംശയമുണ്ട്. ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പോലെ ഇപ്പോൾ ശിവശങ്കരനെ ചേർത്ത് പിടിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങളെ അതിനെക്കുറിച്ചെല്ലാം നേരത്തെ ധാരണ ഉണ്ടാവുമായിരുന്നല്ലോ. ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനൊരു ആക്രമണം അഴിച്ചുവിടാൻ എന്തായിരിക്കും കാരണമെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് പാർട്ടിക്കുള്ളിലെ വിപ്ലവമാണെന്നൊരു സംശയം എനിക്കുണ്ട്. മാത്രമല്ല, ചിലപ്പോ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രിപദമോ ഒക്കെ അൻവറിനും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു മന്ത്രിയാകണമെന്നൊക്കെ. അൻവറും ഒരു മന്ത്രിപദമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. ഇപ്പോ മന്ത്രി അല്ലെങ്കിലും അഭിനവ മന്ത്രിയെ പോലെയല്ലേ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വിലപേശലാണെന്നാണോ ശ്രീല പറഞ്ഞു വരുന്നത്? ഒരു 2 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒന്നുകിൽ ഒരു വിലപേശൽ, നമുക്ക് അതിന്റെ ഒരു കൃത്യതയിലേക്ക് പോകാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല. ഒന്നുകിൽ ഒരു വിലപേശൽ, അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ
ഒരു ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുന്നു. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായി ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടിക്ക് നാശം വരുന്ന കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം ഒരുപക്ഷെ അൻവറിനില്ല. അൻവർ ഒരു സ്വതന്ത്ര MLA ആണ്. പക്ഷേ എങ്കിൽ പോലും മറ്റുള്ളവരുടെ ബലത്തിൽ അൻവർ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നാളെ അൻവറിനുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണം അൻവർ കണക്ക് കൂട്ടുന്നുണ്ടാവും. കാരണം അൻവർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, താൻ ഈ പാർട്ടിയുടെ ഭാഗമല്ലെങ്കിലും അവിടെ തന്നെ തുടരുമെന്ന് പറയുമ്പോൾ അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, ഒരുപക്ഷെ പി ജയരാജൻ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട കാര്യങ്ങൾ, EP ജയരാജനെ മിണ്ടാതിരുത്തിയതിന്റെ ഒരു പ്രശ്നം, ചിലപ്പോൾ ഒരുപക്ഷെ EP ജയരാജനോ P ജയരാജനോ ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടാവാം. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ രണ്ടുപേരും അതിൽ ആരെങ്കിലും ഒരാൾ ഈ അൻവറിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി അൻവറുമായി ബന്ധപ്പെട്ട് അൻവറും ഇതുപോലെ പലതരത്തിലുള്ള ആരോപണങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളെ സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ അൻവറിന് ഒരു മന്ത്രി പദവി നേടിയെടുക്കാനോ ഒക്കെയുള്ള ശ്രമം ആയിക്കൂടാ എന്നില്ല. ഏതായാലും മുഖ്യമന്ത്രിയും മകളും തന്നെയാണ് ഫോക്കസ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ADGP അജിത് കുമാറിനെ വളരെ കൃത്യമായി സ്പെസിഫിക് ആയി വളരെ കൃത്യമായി കാര്യങ്ങൾ സ്വർണ്ണക്കടത്തടക്കം അൻവർ ആരോപിച്ചപ്പോൾ ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്, ADGPയിലേക്കോ അല്ലെങ്കിൽ ശശിയിലേക്കോ അല്ല ഈ ഫോക്കസ് പോകുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും പിണറായി വിജയന്റെ മകളിലേക്കും തന്നെയാണ് എന്ന് നമുക്കറിയാം. വളരെ കൃത്യമായി അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ കൃത്യത വരാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യം ആരാണ്? മുഖ്യമന്ത്രിയാണോ, അജിത് കുമാറാണോ, P ശശിയാണോ, എന്താണ്? അതല്ലെങ്കിൽ PV അൻവറിന് ഒരു മന്ത്രിസ്ഥാനമാണോ ലക്ഷ്യം? എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി ശ്രീല.